താങ്കളൊരു BJP അനുകൂലിയാണെന്ന് പല ആൾക്കാർ ചില സ്ഥലങ്ങളിൽ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. താങ്കൾ ശരിക്കും ഒരു BJP അനുകൂലി, ഏത് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യും? അപ്ഡേറ്റ് ആയിരിക്കണം. നിങ്ങൾ ഒരു സാധനം ചെയ്താൽ നിങ്ങൾ എങ്ങനെയാണ് അത് ക്രൈം ആയി പോകുന്നത്, എങ്ങനെയൊക്കെ വരും പോട്ടെ. 2 ഡ്രൈവിംഗ് നിയമങ്ങളെങ്കിലും ഏത് സൈഡിലൂടെ നടക്കണം അത് താങ്കളെ പോലുള്ള ആൾക്കാർ ശരിക്കും ഇപ്പോൾ പിഷാരടി രാഷ്ട്രീയത്തിലേക്ക് വന്നു. അതുപോലെ താങ്കൾ അടുത്ത ഇലക്ഷനിലേക്ക് ഏറ്റവും വിഷമം കേന്ദ്രത്തിന്റെ ഫണ്ട് മണക്കാൻ കിട്ടുന്നില്ല. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അടുത്ത പ്രാവശ്യം ഒരു MP ആയിട്ട് വരണം, പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അടുത്തൊരു ചോദ്യമാണ്. സുരേഷ് ഗോപി MP ആയിട്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് മാത്രമാണ്. ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞതാണ് അവരുടെ പേര് തന്നെ ഒരു ഫസ്റ്റ് വീക്ക് ഇത്ര കളക്ഷൻ. അങ്ങനെയാണ് ഡിപ്പെൻസ്, ഒരു സിനിമയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇപ്പൊ മോഹൻലാൽ അഭിനയിച്ച അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിച്ച പടം 100 കോടി എത്തണം എന്നില്ല. അതാ സിനിമ. ഞാൻ പറയുന്നു വർഷത്തിൽ 5 പടത്തിൽ അഭിനയിച്ച ഒരു പടമെങ്കിലും 100 കോടി എന്നേ ഞാൻ പറഞ്ഞു. ഓക്കെ, പെൺകുട്ടിക്ക് 100 കോടി എത്താൻ വേണ്ടി പറഞ്ഞല്ല. അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ ഓരോരുത്തരും ഓരോ സാമ്രാജ്യം ഉണ്ടാക്കലാണ്. സന്തോഷം വേണ്ടി 2015 2026 വരെ എന്താ ചെയ്ത് വലിയൊരു സാമ്രാജ്യം, ഒരു ചെറിയൊരു സാമ്രാജ്യം സന്തോഷം വേണ്ടിയിട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് എന്താണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഓഡിയൻസ് ആ ഒരു ഇത് കിട്ടി. അല്ല എവിടെയായാലും ഇത് വരും. അത് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ചവരായാലും ആ സാങ്കേതിക വിദ്യയിൽ എന്തെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ ഞാനല്ല എൻ്റെ കുറിച്ച് അഭിപ്രായം പറയുന്നത്, അവരാണ് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് ഇന്നാണ് കേട്ടോ. ശരി, ഇതേപോലെ ഓരോ നടനും ഉണ്ട്, അവന് ഒരു സാമ്രാജ്യമുണ്ട്. അപ്പൊ ആ ഒരു പെൺകുട്ടി അങ്ങനെ വരികയും പെൺകുട്ടിയുടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയാൽ ഇപ്പൊ അഭിനയിക്കാൻ വരുന്ന ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന സാധനം കുറയുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു പെൺകുട്ടിക്ക് അവസരമില്ല. നീ അതിശി ആ പെൺകുട്ടിക്ക് ആ മൂടുള്ളോളായിരിക്കണം. അല്ല ഇവിടെ ഈ 100 കോടി എത്തിയത് മുഴുവൻ ആണുങ്ങളെ സഹായത്താലാണെങ്കിൽ മറ്റൊരു ആ പെൺകുട്ടി ഡേറ്റ് കൊടുക്കുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി മാറ്റുണ്ടെങ്കിൽ പെൺകുട്ടി വരുന്നു മോളെ അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടുള്ള നിർമ്മാതാവ് ഇങ്ങനെ വരുമ്പോഴേ അവരെ ഒരു സാമ്രാജ്യം ഉണ്ടാവുള്ളൂ. എനിക്ക് മനസ്സിലായി. പക്ഷേ സ്ത്രീകളുടെ ഒരു സംഘടന ഇവിടെ സിനിമാപരമായിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സാമ്രാജ്യം എങ്ങനെയാണ് സംഘടന ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. സാമ്രാജ്യം എങ്ങനെയാണ് വേണ്ടത്? അവരടി നീ 10 ലക്ഷം മറ്റൊരു നമ്മൾ വളരെ അല്ലെങ്കിൽ ഇപ്പൊ ഇവരാരും ചില നടിമാർ പറഞ്ഞാൽ ഞങ്ങളെ വിളിക്കുന്നില്ല. ശരിക്കും എങ്ങനെയാണ് വേണ്ടത്? അവരെ കയ്യിൽ നിന്ന് ഇടണം. ഒരു 5 ലക്ഷം മറ്റോട്ട് ശരി 10 ആൾ വിളിച്ചാൽ 5 കോടി പടം എടുത്തു. അത് വിജയിപ്പിക്കണം. അതവർക്ക് പറ്റുന്നില്ലല്ലോ. ഞാൻ പറയുന്നു ആ വിജയിപ്പിക്കുന്നതിനാണ് സാമ്രാജ്യം എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് പുതുതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഇതേപോലത്തെ ഒരു സിനിമയിലെങ്കിലും കള്ളും കഞ്ചാവില്ല, നമുക്ക് സിനിമയിൽ അഭിനയിച്ചു പോകാലോ, അല്ല ഡബിൾ മീനിങ് ഇല്ല. ഇത് ഇപ്പോഴും ഇവിടെ ചില സ്ത്രീകളായിട്ടുള്ള സംവിധായകരുണ്ട്. അവരുടെ സിനിമയിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീ വിരുദ്ധതയാണ്. അവിടെയാണ് പ്രശ്നം. സ്ത്രീകളെങ്കിലും സ്ത്രീകളെ ഒന്ന് മാന്യമായിട്ട് കാണിക്കുമോ? ഒരു സ്ത്രീ പൊതുവിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്കിപ്പോൾ ചെറിയ ഇതിൽ വരുന്നു, ഞങ്ങൾക്ക് ഇന്ന സീൻ അഭിനയിക്കേണ്ടി വരുന്നു, കഞ്ചാവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു സിനിമയിലെങ്കിലും ഇതൊക്കെ ഒഴിവാകണ്ടേ? അങ്ങനെ വരുന്നു. അപ്പൊ അതിൻ്റെ ഒരു ഗുണവശം എന്താണ്? ആ മോളെങ്ങൾക്ക് ഒരു റോളുണ്ട് എന്ന് പറയാതെ തന്നെ ആ പെൺകുട്ടിക്കാണ് ഇന്ന നടിൻ്റെ സിനിമയല്ലേ, കാരണം ആ നടി ആണ് അവിടെ എല്ലാ കാര്യം തീരുമാനിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യവും ഒരു നടി തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ബിസിനസ് ആ പെൺകുട്ടിയുടെ പേരിൽ ബിസിനസ് പോകണം. അല്ലാണ്ട് ഏതെങ്കിലും എക്സ് എന്ന ഒരു നടിയുടെ സിനിമ 100 കോടി എത്തി, അപ്പൊ ഒരാൾ വരും ആ എക്സിനെ പകരം ആ സംവിധായകൻ മറ്റേ പെൺകുട്ടിയെ വെച്ചാൽ ആ പടം 100 കോടി ഓടുന്നു പറഞ്ഞാൽ ഈ പെൺകുട്ടി ഒന്നും അല്ല അവിടെ. ആ പെൺകുട്ടിയുടെ പേരിലല്ല, ആ സംവിധായകന്റെ മിടുക്കും നല്ല സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ആ പെൺകുട്ടി അഭിനയിക്കുന്ന എല്ലാ സിനിമയും 100 കോടി ഓടണ്ടേ? അല്ല, അങ്ങനെയുണ്ട്. അപ്പൊ അവനവന്റെ സാമ്രാജ്യം സ്ത്രീകൾ ഉണ്ടാക്കണം. സാമ്രാജ്യം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഈ നോളജ് സെൻസിലായിരിക്കണം, എല്ലാത്തിലും ചുറ്റി ചെയ്യണം. അതിന് എനിക്ക് പ്രശ്നമുണ്ട്. കാരണം മലയാളത്തിൽ പല പെൺകുട്ടികൾ അവരുടെ ഇന്റർവ്യൂവിനെ കാണുമ്പോൾ ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അതിന് ശേഷം ആരും വിളിക്കുന്നത് പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് അങ്ങ് ചെയ്തുകൂടെ? അല്ല, സ്വന്തമായിട്ട് ചെയ്തപ്പോൾ പടം പൊട്ടിയാലോ? ആ ഒരു ധൈര്യം അവർക്കില്ല, വരുന്നില്ല. ഇങ്ങനെ എന്ന് ഞാൻ പറഞ്ഞ ഈ രീതിയിലേക്ക് വരുന്നു, അന്ന് മുതൽ ഈ പെണ്ണ് പിടുത്തവും മറ്റൊക്കെ നിൽക്കും. കാരണം അപ്പോ പിന്നെ ഈ സൈഡിൽ നീ ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ, നിങ്ങൾ വേണമെന്നില്ല ഞാൻ മറ്റേ നടിയുടെ പുറത്ത് പോയി ചെയ്യാം, ഇങ്ങനെ പറയണോ? ഇതിപ്പോ ഒരു പെൺകുട്ടി ഇനിയിപ്പോ മലയാളത്തിൽ വന്നാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ആ പെൺകുട്ടി ഒരു പെൺകുട്ടി ഇനി കയറ്റാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഉയർത്തി കൊണ്ടുവരാൻ പോകുന്നില്ല സാധാരണഗതിയിൽ. പിന്നെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ വന്നിട്ട് ഞാൻ പറയുന്ന റിസൾട്ട് അവിടെ വരുന്നില്ല. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന വ്യക്തിയും
വേറെ ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതായത് ആളുകളൊക്കെ വന്ന് അഭിനയിച്ചു പോകുന്നു, പക്ഷെ എല്ലാം ഞങ്ങൾ തീരുമാനിക്കും എന്നാണെങ്കിൽ അവിടെ മദ്യവും ഇല്ല, പുകവലിയും ഇല്ല, അങ്ങനെ പറയാലോ. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നുള്ളത് നമുക്ക് തൽക്കാലം മലയാള സിനിമയിൽ അടുത്ത കാലത്ത് പ്രാക്ടിക്കൽ ആവില്ല. സന്തോഷ് പണ്ഡിറ്റായാലും ഒരു ചെറിയ സാമ്രാജ്യം സൃഷ്ടിച്ചു. കാരണം ആദ്യം ഇനിയിപ്പോൾ തിയേറ്റർ ഇല്ലെങ്കിലും സർവൈവ് ചെയ്യാൻ സോഷ്യൽ മീഡിയ മതി, അതിലൂടെ നമുക്ക് മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും നാളെ നമ്മളെ ഇനി ഇയാളുടെ ഇതൊക്കെ ഞങ്ങൾ വീഡിയോ ഇതിൽ അപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞാലും ഞാൻ പണ്ഡിറ്റ് ട്യൂബെന്നോ യൂട്യൂബിന് വേറെ മറ്റൊരു സാധനം തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പ് തുടങ്ങി അതിൽ ചെയ്യുന്നു. അപ്പം നമുക്ക് നിങ്ങൾ സ്വർണ്ണമാണ് എവിടെ ഇട്ടാലും തിളങ്ങും, കഴിവുള്ളവൻ എവിടെയും മുന്നോട്ട് പോകാം. ഇതുപോലെ ഞങ്ങളിപ്പോൾ എവിടെ പോയാലും ഞങ്ങളോട് ഇങ്ങനെ കാസ്റ്റിംഗ് കോച്ച് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്ന പെൺകുട്ടികൾക്കും എനിക്ക് പറയാനുള്ളത് ഇതൊന്നും വേണമെന്നില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾ ടെക്നിക്കൽ സൈഡ് പഠിക്കണം. ഈ ടെക്നിക്കൽ സൈഡ് പഠിക്കാത്തതിന് കിട്ടുന്ന പണിയാണ് സത്യം പറഞ്ഞതൊക്കെ വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ സിനിമകൾ, പല സിനിമകൾ എടുക്കുന്നത് ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി എടുക്കുന്നു, അത് തിയേറ്റർ ഓടിയാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, അവർക്ക് ബ്ലാക്ക് മണി വൈറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർ ട്രോളുന്നു, പല ആൾക്കാർ ഇന്റർവ്യൂവിൽ പലതും പറയുന്നു. ഇപ്പോൾ FCRA അമെൻഡ്മെന്റ് പുതിയ ബില്ല് വന്നിട്ടുണ്ട്, അത് ചില ആൾക്കാർ ഇതുപോലെ ആൾക്കാർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? FCRA അമെൻഡ്മെൻറ്റ് ബില്ല് എന്ന് പറയുന്നത്, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റാണ് സംഭവം. ഓക്കെ, അത് 2010 ശരിക്കും അതൊന്ന് അമെൻമെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പുതിയ അമെൻമെൻറ്റ്, അത് അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി പറയാം. അതായത് ടാക്സ് അടയ്ക്കാതെ ചാരിറ്റിയുടെ പേരിൽ പൈസ മേടിക്കുന്നു, അതിന് ടാക്സ് എമൗണ്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ സംഘടന തുടങ്ങുന്നു, അങ്ങനെയുള്ള സംഘടനയ്ക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ വരുന്നു. പക്ഷേ അതിന് നിങ്ങൾ FCRA എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ത്രൂ ആണ് ചെയ്യുക. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പലരും ഇത് മിസ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ പെട്ടെന്ന് കേന്ദ്രം ഇങ്ങനൊരു കൊണ്ടുവരാൻ കാരണം ഈ അടുത്ത് ഉണ്ടായിരുന്നില്ലേ കുറേ ചെങ്കോട്ട ആക്രമണം, ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ എന്താണ് അൽഫല യൂണിവേഴ്സിറ്റി അങ്ങനെ എന്തോ ആണ് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാരായിട്ടുള്ള പ്രൊഫസർമാരാണ് അറിയാം ഈ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വന്നപ്പോൾ ഈ പൈസ, അതായത് ആ യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ, അപ്പോൾ അവർക്ക് പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഈ പൊട്ടിത്തെറിച്ചവർക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഈ പൈസ എന്ന് പറയുന്നത് ഇവരുടെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്താന്ന് സംശയിക്കുന്നു അല്ല, ഈ FCRA ഫണ്ടിൽ നിന്ന് എടുത്താന്ന്. അപ്പോൾ ഈ FCRA ഫണ്ട് ജനറലി എങ്ങനെയാണ് എടുക്കുന്നത്? ആദിവാസികളെ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ, പഠിക്കാൻ, ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ FCRA ഫണ്ട് ഇവിടെ കൊണ്ടുവരുന്നത്. മനസ്സിലാക്കണം. അല്ലെങ്കിൽ തീരെ അസുഖമുള്ള ബാധിതരെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്? മറ്റേ സൈഡിൽ പോയി പൊട്ടിത്തെറിക്കുക ഇങ്ങനെ. അപ്പം അതിൻ്റെ മുമ്പേ ഉള്ളൊരു നിയമമാണ് മൊത്തം കിട്ടുന്നതിൻ്റെ 50% അഡ്മിനിസ്ട്രേഷൻ ചെലവിന് യൂസ് ചെയ്യുക, 50% നിങ്ങൾ എന്തിനാണോ ലക്ഷ്യത്തിന് കൊടുക്കണം. ഇവിടെ 100% എന്താണ്? ഈ നക്സലുകളും മാവോവാദികൾക്കും ഫണ്ട് കൊടുക്കുന്ന എവിടെയെന്ന് നോക്കിയപ്പോൾ ഈ FCRA ഫണ്ട് മേടിക്കുന്ന സംഘടനയാണ് ഈ കൊടുക്കുന്നത്. ഇതിവിടെ തെളിയിക്കപ്പെട്ടു. അപ്പോൾ ഇനി ഇത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെയല്ലേ വരുന്നത്? ഇതാണ് വിഷയം. അപ്പോൾ പുതിയൊരു നിയമം വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ FCRA അമെൻമെൻറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങണ്ടെന്നല്ല, നിങ്ങൾ എന്തുദ്ദേശത്തിലാണോ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിയാകുമ്പോൾ സർക്കാർ ടാക്സ് പോലും വാങ്ങാതെ കഴിക്കുന്നു. പിന്നെ ചില ആൾക്കാർ സ്വന്തം പേരിൽ അവർ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ചിട്ട് വിമാനത്താവളത്തിന് വിൽക്കുന്നു, അങ്ങനെ അങ്ങനെ കുറേ കലാപരിപാടി നടക്കുന്നു. ഇതൊക്കെ FCRA ഫണ്ടാണ്. സായിപ്പന്മാർ കൊടുത്താലും മലയാളികൾ കൊടുത്താലും ഏതെങ്കിലും വനവാസിക്ക് ഒരു ഗുണമായിക്കോട്ടെ, അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ലേ ആ പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനം ഇതൊക്കെയല്ലേ കൊടുക്കുന്നത്. ഈ പൈസ വാങ്ങുന്നവൻ സ്വന്തം പേരിൽ വലിയ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങി സർക്കാരിനെ വിട്ടിട്ട് മറ്റവനെ വിട്ടിട്ട് ഇവരടിച്ചു പൊളിച്ച് വലിയ 3 കോടിൻ്റെ കാറും മേടിച്ചു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ 2 വശം പറയുന്നത് വെച്ചാൽ 50% ഉപയോഗിക്കാം ഇംപ്ലിമെൻറ്റേഷൻ. നിങ്ങളൊരു FCRA തുടങ്ങി 100 കോടി നിങ്ങൾക്ക് വന്നു, 50 കോടി നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫീസിൻ്റെ റെൻ്റാണ്. സ്വന്തമായിട്ട് ഓഫീസുള്ളവനെ പ്രത്യേകിച്ച് റെൻ്റൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3 കോടിയുടെ കുറേ ഇത് വാങ്ങിച്ചു, നിങ്ങൾ അത് വാങ്ങിച്ചു, കാരണം അത് ചോദിക്കാൻ പറയാൻ ആളില്ല, നിങ്ങൾ തന്നെയാണല്ലോ. 50 കോടി നിങ്ങൾ കൊടുത്താൽ തന്നെ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇതൊക്കെ ഈ കള്ളത്തരവും തട്ടിപ്പും ആരും കണക്ക് കൊടുക്കുന്നില്ല പലരും. അപ്പോൾ ഇപ്പോൾ അമെൻമെൻറ്റ് ബില്ല് പ്രകാരം ഇതിൽ കണക്ക് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ സംഭവം കട്ട് ചെയ്യും. ഒന്ന്, അപ്പോൾ കണക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം.
എന്തിനു കൊടുത്തു? പിന്നെ 80-20 ആക്കി മാറ്റി. മറ്റേ 50% അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടത് ഈ 50% ഇവിടുത്തെ തീവ്രവാദികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 50% സഹായിച്ചു. രോഗികളെ സഹായിക്കാൻ ഞങ്ങൾ രോഗികളെ സഹായിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ ഹോസ്പിറ്റൽ ഉണ്ടാക്കി, എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ അത് ഞാൻ പൊട്ടടിച്ചു. ഈ ബിൽഡിങ്ങിനാണ് FCRA ഫണ്ട്. ഇങ്ങനെ അപ്പോൾ ഈ 50% എന്ന് പറയുന്നത് മനസ്സിലാക്കണം 22,000 കോടിയാണ്. അപ്പോൾ 22,000 കോടിയുടെ 50% എന്ന് പറയുമ്പോൾ 11,000 കോടി അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെലവാക്കാന്നൊരു അർത്ഥമുണ്ട് ഇതിൽ. ഇനി അത് നടക്കൂല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെലവാക്കുന്നത് 20% ചുരുക്കി ഇപ്പോഴും ചെയ്യാം. ഇപ്പം 100 കോടി ഒരു സംഘടനയ്ക്ക് കിട്ടുകയാണെങ്കിൽ ആലോചിക്കണം, 22,000 കോടി ഒരു വർഷം വരുന്നതാണ്. 100 കോടി നിങ്ങളുടെ സംഘടനയ്ക്ക് കിട്ടുന്നുണ്ട്. 20 കോടി രൂപ എന്തിനൊക്കെ യൂസ് ചെയ്യാം? വണ്ടി വാങ്ങാം, നിങ്ങളുടെ ഭക്ഷണം, അവിടുത്തെ സ്റ്റാഫിൻ്റെ ചിലവിനൊക്കെ 20 കോടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 80 കോടി നിങ്ങൾ എന്തിനാണോ പറഞ്ഞത് അതിന് ചിലവാക്കണം. ഇനി അങ്ങനെയൊന്നും നിങ്ങൾ കണക്കില്ല, ഇതുവരെ ചെയ്തതിൻ്റെ തലയും വാലുമില്ല എന്നെങ്കിൽ അത് ഇനി സർക്കാർ ഏറ്റെടുക്കും. ഇതാണ് സംഭവം. നിങ്ങളൊരു ചാരിറ്റി തുടങ്ങി, ഞങ്ങൾ ആദിവാസി മേഖലയിലുള്ള വനവാസി മേഖലയിലെ ആളുകളെ സഹായിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതൊന്നും അല്ല ചെയ്തത്, നിങ്ങൾ വെറും പുട്ടടിക്കലാണ് ചെയ്തു, നിങ്ങളെ നേരെ പിടിച്ചു വിചാരിച്ചു. സർക്കാർ വരെ ഞങ്ങൾ ചെയ്തോളാം. സർക്കാരിൻ്റെ സ്റ്റാഫായി മാറി അവിടെയുള്ളവർ സർക്കാർ ചെയ്യുന്നു. അപ്പം ഇതാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. ആൾക്കാർ ചോദിക്കുന്നത്, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കുകയാണ്, എന്നിട്ട് ഞങ്ങളിപ്പോൾ കണക്ക് കാണിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ലേശം അത് മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് സർക്കാർ അടിച്ചു പോകുന്നത് ശരിയാണ്? ചോദ്യം എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇവിടെ അത്യാവശ്യം വരുമാനമുള്ള ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡാണല്ലോ കൊണ്ടു നടക്കുന്നത്. ആ ക്ഷേത്രഭൂമി വിലയ്ക്ക് വാങ്ങിച്ച ദേവസ്വം ബോർഡല്ല. ആ ക്ഷേത്രത്തെ അത്രയും ഫേമസ് ഇവർ എല്ലാ ക്ഷേത്രവും എടുക്കുന്നില്ലല്ലോ, ചെറിയ ഫണ്ടുള്ളിടത്തൊന്നും എടുക്കുന്നില്ല, പൈസ വരുന്നതിൽ മാത്രമല്ലേ പോകുന്നുള്ളൂ. അപ്പം ദേവസ്വം ബോർഡല്ലല്ലോ അത് ഉണ്ടാക്കിയത്, ദേവസ്വം ബോർഡല്ല അതിനെ ഫേമസ് ആക്കിയത്. പക്ഷെ ഫണ്ടായി വന്നപ്പോൾ ഇതിന് ഞങ്ങൾ ഏറ്റെടുക്കട്ടോ ഏറ്റെടുത്തപ്പോൾ ഹൈന്ദവരാരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു, നമ്മളുടെ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഒന്നുകിൽ അവനവനെ ഉണ്ടാക്കിയാലോ പറ്റണം, അല്ലെങ്കിൽ സർക്കാർ ചെയ്യും. ഇതിലെവിടെയാണ് കുഴപ്പം? കള്ളന്മാർക്കല്ലേ ലഭിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ കേരളം ഒഴിച്ച് ഇവിടെ വാങ്ങുന്ന എത്ര ആളുകളുണ്ട്? കേരളം ഒഴിച്ച് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. കേരളത്തിലും എല്ലാവർക്കും പ്രശ്നമില്ല, ചില സംഘടനകൾക്ക് മാത്രമാണ്. അതൊന്നല്ല, 20% പോരാ, 50% ഞങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷനോ വേണം, കണക്കൊന്നും ഞങ്ങൾക്ക് കാണിക്കാൻ വയ്യ. ഇവിടെ മാവോവാദികൾക്കുള്ള ഫണ്ട് മുഴുവൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. വനവാസം അതാണ് ഇപ്പോൾ മാവോവാദികൾ ഇനി കുറഞ്ഞു. അപ്പൊ അങ്ങനെ കറക്റ്റ് കണക്ക് കാണിച്ചില്ലെങ്കിൽ അത് സംഭവം കട്ടാവും. അപ്പൊ ഈ അമെൻമെന്റ് ബില്ല് വളരെ നല്ലതാണ്. ഒരു കള്ളനെ മാത്രം പേടിച്ചാണ്. അപ്പൊ ഈ സിനിമയിൽ ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന ഒരു സംഭവം എല്ലാവരും അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കാനൊന്നല്ല ചെയ്യുന്നത്. ചില ആളുകൾ അതിനെ കൂടി ഇത് ഉപയോഗിക്കുന്നു. അതായത് ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ഒരു 10 കോടി എന്ന് വിചാരിച്ചു, നമ്മളിപ്പോൾ കണക്കിൽ 10 ലക്ഷം തരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ബാക്കി എനിക്ക് ക്യാഷായിട്ട് തരും. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഗൾഫിലൊക്കെ വലിയ വലിയ ജ്വല്ലറിയോ അങ്ങനെയൊക്കെ വലിയ സ്ഥാപനമൊക്കെ ഞാൻ അവിടെ ചേട്ടാ ബാക്കി പൈസ അവിടെ കൊടുത്തേ കിട്ടും. അപ്പം നിങ്ങൾക്ക് കണക്ക് ചോദിച്ചാൽ ഞാൻ ആൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഈ പൈസ നോക്കി കിട്ടി. പിന്നെ നിങ്ങൾ ഇപ്പോൾ എൻ്റെ സിനിമയിൽ വരുന്നു, അവിടെ സൈൻ ചെയ്യും, നിങ്ങൾക്ക് 1000 രൂപ തന്നു, ഞാനത് 5000 ആക്കുന്നു, അങ്ങനെ. അപ്പോൾ ഇത് കൊടുത്ത ആളുകൾക്ക് കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടും വേണമെങ്കിൽ സൈൻ ചെയ്യിക്കാം. അങ്ങനെ എല്ലാവരും ചെയ്യുന്നൊന്നുമില്ല. ഇനി അടുത്ത് എനിക്ക് സ്വന്തമായിട്ട് 2-3 തിയേറ്റർ സിനിമ അവിടെ വരുന്നു, ആകെ 4 ആളേ ഉള്ളൂ. ഞാൻ ഇവിടെ മൊത്തം കുത്തി ഉണ്ടാക്കുന്ന 400 ആൾ ഹൗസുണ്ട്. ഇങ്ങനെ നാളെ ഒരു സിനിമ അവിടെ പിടിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായി, ഈ 400 × 200 4000, 40,000, 80,000 ഒറ്റയടിക്ക് ഒരു ഷോ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 5 ലക്ഷം 3 ലക്ഷം രൂപ ഇല്ലാത്ത കളക്ഷനാണ് അവിടെ വരുന്നത്. എനിക്കെന്താണ് ഗുണം? ഇത് സാറ്റലൈറ്റിന് കൊടുക്കും, വേട്ട അത് ഇത്രയൊക്കെ കളക്ഷൻ വന്ന പടം കേട്ടോ എന്ന് പറയുമ്പോൾ OTT-ന്നൊക്കെ എനിക്ക് പൈസ ആവുകയും ചെയ്തു. അപ്പോൾ അവരെനിക്ക് കൂടുതൽ പൈസ തരും. ഒന്ന് ഈ സൈഡിൽ എന്ത് സംഭവിച്ചു? ഇത്രയും കള്ളപ്പണം അങ്ങ് വെളുത്ത് കിട്ടി. ഇത് നേരെ പിടിച്ചാണ്. എനിക്ക് മഞ്ഞുമല ബോയ്സോ സിനിമയ്ക്ക് അവർ തമിഴ്നാട്ടിൽ ഭയങ്കര കളക്ഷൻ, തമിഴ്നാട്ടിൽ ഓടിയതാണ്. പക്ഷെ അവിടെ പോയിട്ട് നോക്കിയപ്പോൾ അത് 5 ആൾ ഇവിടെ നോക്കുമ്പോൾ ഹൗസ്ഫുൾ. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ബുക്ക് മൈ ഷോയിൽ അവർ അല്ല ഏതോ ഒരാൾ മൊത്തം ഫില്ല് ചെയ്തു. ഇന്നലെ എന്താ സ്ഥിതി? CCTV എടുത്തു, ഇന്നലെ പറയണ്ട. അപ്പോൾ എത്രയോ ദിവസങ്ങളായിട്ട് CCTV 4 ആളാണ്. ഈ 4 ആളെ വെച്ച് ഇങ്ങനെ പടം ഇടുന്നത്. അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ വരുന്നുണ്ട്,
അപ്പൊ ഇത് എല്ലാവരും ഇടുന്നത് ഒരേ ആളാണ്. ഇട്ട ആളാരാന്ന് നോക്കിയപ്പോൾ പണിപ്പാളി. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ സംഭവം ഉണ്ട്, ബ്ലാക്ക് മണി വൈറ്റ് ആയിട്ടുള്ള പരിപാടി ഉണ്ട്. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് 2-3 കാര്യമാണ്. ഇവിടുത്തെ ഈ കളക്ഷൻ വെച്ചിട്ട് സാറ്റലൈറ്റ് പിടിക്കാം. രണ്ടാമത്തെ ഈ പൈസ എങ്ങനെ വന്നു എന്ന് ഒരാൾ ചോദിക്കില്ല. കാരണം ചില ആളുകൾ കഞ്ചാവ് വിറ്റ് കുറേ പൈസ ഉണ്ട്. ആ പൈസ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ പറയും ഞാൻ കാറ് മേടിക്കും. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഈ പൈസ എവിടെ നിന്ന് വന്നു? സോഴ്സ് കാണിക്കണം. അപ്പോൾ അതിന് ഒരു ഈസി വേ ആയിട്ടാണ് പലരും സിനിമയെ എടുക്കുന്നത്. കാരണം അതിന് വഴികളുണ്ട്. അല്ലാതെ നിങ്ങൾക്കത് നിങ്ങൾ വേറെ അങ്ങനെ എങ്ങനെയെന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ പോയിട്ട് ചെയ്യും? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, എത്ര ഭക്ഷണം കഴിക്കും? നിങ്ങൾ കയ്യിൽ 5 കോടി രൂപയുണ്ട്, പുറത്ത് കളിക്കാൻ പറ്റില്ല. ആരെയും ചോദിച്ചാൽ പറയാനില്ല. നിങ്ങൾ 5 കോടിക്ക് എന്ത് ചെയ്യും? പറയും എന്താ ചെയ്യുക? നിങ്ങൾ എത്ര ഡ്രസ്സ് മേടിക്കും? അതിപ്പോൾ ആരും ചോദിക്കാനില്ല. ഞാൻ കുറേ ഷർട്ട് എടുക്കും. എത്ര ഷർട്ട് എടുക്കും? അല്ല, 10,000, 20,000 ലക്ഷത്തിന് വിലയുള്ള ഷർട്ടുകളുണ്ട്. എന്താ ചെയ്യുക? അത് ഞാൻ പറയുന്നു. അയാൾക്ക് അതിന് എന്തെങ്കിലും അടുത്ത മാസം കിട്ടാനല്ലേ കളിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ്? ഈ 100 കോടിയുടെ പടമാണ് എടുക്കുന്നത്. ഇവിടെ കറക്റ്റ് 100 കോടി ഇങ്ങോട്ട് റിട്ടേൺ ആണ്. അതുകൊണ്ടാണ് പല നടന്മാർ ഇപ്പോൾ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. നടന്മാർ സ്വന്തമായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണ്, എനിക്ക് 5 കോടിയാണ് കിട്ടുന്നത്, ഇയാൾക്ക് സാറ്റലൈറ്റ് 10 കോടി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ 5 കോടി എനിക്കുണ്ട്, അപ്പോൾ ഞാൻ 1 കോടി കൂടി ഇടുന്നു, 6-7 കോടിക്ക് ഞാൻ എടുത്തു, എനിക്ക് 10 കോടിക്ക് കൊടുത്താൽ പോലും. ഞാനിപ്പോൾ ഇതിന് ഇയാളെ സിനിമയിൽ അഭിനയിക്കുന്നു. സ്വന്തമായ സാറ്റലൈറ്റ് റേറ്റുള്ള ഒരുത്തരം വേറെ പടത്തിൽ പോകില്ല. എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് സാറ്റലൈറ്റ് ഇല്ല. എന്തെങ്കിലും സന്തോഷമായിട്ട് സാറ്റലൈറ്റ് റേറ്റ് വരികയാണെങ്കിൽ ഞാൻ അബദ്ധത്തിൽ പോലും വേറൊരാളുടെ പടത്തിൽ, നിർമ്മാതാവിൻ്റെ പടത്തിൽ ഞാൻ പോകില്ല. പോകുന്നത് വിഡിത്തമാണ്. എനിക്കെന്നെ ചെയ്താൽ പോലും അതും ഇതായിട്ട് ബന്ധമല്ല. അവരൊക്കെ കറക്റ്റ് ടാക്സ് കൊടുക്കുന്നവരല്ലേ കുറേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, ഇന്നലെ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആര് ഇനി കേരളം ഭരിക്കും? ഇന്നലത്തെ ഇലക്ഷൻ കഴിഞ്ഞ ദിവസത്തിലെ എല്ലാ സെലിബ്രിറ്റീസും എല്ലാ ആൾക്കാരും ഈ ഒരു ഫോട്ടോ ആണ് ഇട്ടിട്ടുണ്ടാവുക. സന്തോഷത്തിന്റെ വിശ്വാസത്തിൽ ആര് ഇനി കേരളം ഭരിക്കും? അല്ല, അതിപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കിക്കൊണ്ടൊരു കാര്യമാണ്. മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി UDF ചെറിയൊരു സാധ്യതയുണ്ട്, കുറച്ചുകൂടി സാധ്യതയുണ്ടെന്ന് പറയും. ഓക്കെ, പക്ഷേ കട്ടയ്ക്ക് നിൽക്കും. താങ്കളൊരു BJP അനുകൂലിയാണെന്ന് പല ആൾക്കാരും ചില സ്ഥലങ്ങളിൽ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. താങ്കൾ ശരിക്കും ഒരു BJP അനുകൂലി, ഏത് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യും? ഞാൻ പറയുന്നത്, എന്നെ പോലത്തെ ഒരാൾ, ലോകത്തെല്ലാവർക്കും ഒരു രാഷ്ട്രീയവും ഒരു മതമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിയുന്നതും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ അത് കൂടുതൽ വിളിച്ചു പോകാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം നമ്മളെ എല്ലാ ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഒന്നിൻ്റെ മാത്രം ഭാഗമാണെന്ന് പറയുമ്പോൾ അതൊരു മറ്റവർക്കൊരു പ്രയാസമുണ്ട്. എന്നോട് പലരും രാഷ്ട്രീയ ഈവൻ ഇപ്പോൾ നമുക്ക് എല്ലാം MLA അല്ലെങ്കിൽ മറ്റുള്ളതിലൊക്കെ എന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ട്, ഇൻഡയറക്റ്റിലേക്ക് ചോദിച്ചോളൂ. പക്ഷെ അവിടെയൊക്കെ ഞാൻ പറഞ്ഞു വിചാരിച്ചു, നമ്മൾ ഒന്നിൻ്റെ ഭാഗമാകുമ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. ഇപ്പം എനിക്കൊരു 20 ലക്ഷം ഫോളോവേഴ്സാണ്. ഈ 20 ലക്ഷം ഫോളോവേഴ്സ് സന്തോഷ് പണ്ഡിറ്റ് എന്ന രാഷ്ട്രീയക്കാരനോടുള്ള സ്നേഹം കൊണ്ട് വന്നവരല്ല. അവർ സന്തോഷ് പണ്ഡിറ്റ് എന്ന നടനെയോ അല്ലെങ്കിൽ സിനിമക്കാരനെയോ ഇഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പം ഞാനവിടെ അതിൻ്റെ പേരിൽ ആളുകളെ ഉണ്ടാക്കുകയും എന്നിട്ട് സെലിബ്രിറ്റി ആയതിനു ശേഷം, സെലിബ്രിറ്റി ആയിട്ട് രാഷ്ട്രീയത്തിൽ പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ നാളെ നിങ്ങൾ എക്സ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് ശരിക്കും ഒരു ധാർമ്മികമായി ശരിയാണോ? എനിക്ക് എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്, നമ്മൾ ശരിയും തെറ്റുമല്ല, ധർമ്മമാണ് നോക്കേണ്ടത്. അത് ശരിയും തെറ്റും ആവേശികമല്ലേ അല്ലേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നു, 10 പാകിസ്ഥാൻകാരൻ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അടി. പക്ഷെ 10 ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം. നേരെ തിരിച്ചായിരിക്കും അവരുടെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ശരിയും തെറ്റും എങ്ങനെ ശരിയാവും പറയാൻ പറ്റും. അപ്പം ധർമ്മമാണ് വിഷയം. ഒരു വ്യക്തി ധർമ്മം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ആങ്കറാണെങ്കിൽ നിങ്ങൾക്കൊരു ധർമ്മമുണ്ട്, ആ പരിപാടി എങ്ങനെ കൊണ്ടുപോകും. അതേപോലെ ഏത് കാര്യത്തിനും ഒരു ധർമ്മമുണ്ട് അല്ലേ? അപ്പോൾ ഒരു സിനിമാക്കാരനെന്നോ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ എനിക്കൊരു ധർമ്മമുണ്ട്. എന്നെ എല്ലാ ടൈപ്പ് ആളുകളും എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ ഒന്നിൻ്റെ എന്ന് വെച്ചിട്ട് ആ വ്യക്തി ഒരിക്കലും ഒരു MLA MP ആവരുത്, മത്സരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഇനി ഞാൻ ഒരു പാർട്ടിയിലേക്ക് പോയാലും എനിക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമുള്ളൂ, എൻ്റെ പേരിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ട് ഞാൻ മിസ്യൂസ് ചെയ്യില്ല. എനിക്ക് മനസ്സിലായില്ല, അതൊരു മിസ്യൂസ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പം ഞാൻ ചെയ്താലും ഞാൻ അങ്ങനെ പറയും. ഞാൻ പലരും അങ്ങനെ ചെയ്യുന്നത് കാണാം, എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. കാരണം ഇത്രയും കാലം ഇവർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മളത് ഇവരെ ഫോളോ ചെയ്യുന്നു. പക്ഷേ ഇവർ ഒന്നിലേക്ക് പോയി എന്നൊരു കാരണം കൊണ്ട് മാത്രം പിറ്റേ ദിവസം മുതൽ ഇവർ എക്സ് എന്ന പാർട്ടിയെ മോശമാക്കി പറയുന്നു, അല്ലെങ്കിൽ വൈ എന്ന നേതാവിനെ മോശമായി പറയുന്നതൊക്കെ ഇവരതിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇവർ നിങ്ങൾ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റ് ഒരു ഇതിൻ്റെ അനുകൂലിയാണ്, ഞാൻ എപ്പോഴെങ്കിലും BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, BJP മാത്രമാണ് നല്ല പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? സേ യെസ് ഓർ നോ. ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറയാം,
അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ പറയുന്നു, ഇവിടെ മോദിജി മൂന്നാമത് വന്നപ്പോൾ ഓൾ ദ ബെസ്റ്റ് മോദിജി എന്ന് പറഞ്ഞിട്ട്. അതെ. ഇവിടെ പിണറായി വിജയൻ അദ്ദേഹം 2ാം പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഓൾ ദ ബെസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ വോട്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളത് അൺഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇപ്രാവശ്യമായാലും ഇവിടെ കോൺഗ്രസ് വന്നാലും LDF വന്നാലും ആരാണോ, ഇനി BJP തന്നെ വന്നാലും ആരാണോ മുഖ്യമന്ത്രി ആ വ്യക്തിക്ക് ഞാൻ ഓൾ ദ ബെസ്റ്റ് ഇട്ടും. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയം എന്നത് ഇലക്ഷൻ്റെ സമയത്തേ ഉള്ളൂ. അതെ. അത് കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി. ഇപ്പോൾ മോദിജി നിങ്ങൾ വോട്ട് കൊടുത്താലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അല്ല, ഒരു ദേശീയ തലത്തിൽ ഇടപെടേണ്ട ഒരു കേസാണ്, ആ മോദിജിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ചെല്ലണം. അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഇന്നിപ്പോൾ പറയുകയാണ് നമുക്ക് ഇന്ന സ്ഥലത്ത് നമുക്കൊരു യുദ്ധം വേണം എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്ന് ഒരാൾ പോകണമെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പോയേ പറ്റും. അതൊന്നും ഞാൻ നടക്കൂല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ്. അത് മുഖ്യമന്ത്രി ആയാലും അങ്ങനെ തന്നെയാണ്. ഏത് മുഖ്യമന്ത്രി ആയാലും അയാൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഒരു വീടെടുക്കാൻ പോകുമ്പോൾ അവിടെ ഫീ കൂട്ടണോ കുറയ്ക്കണോ, അല്ല എന്ത് കാര്യം, ഇനി പ്രത്യേകിച്ച് പുതിയൊരു സെസ് കൂടെ വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുകയാണ് 20 ഉറുപ്പ്യം കൂടെ ഇനി ഡീസൽ അടിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുക്കേണ്ടടുത്ത് 100 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ അയാൾക്ക് വോട്ട് കൊടുത്തിട്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അത് എത്ര സമരം ചെയ്താൽ അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. അത് വേറെ സത്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അവരായിക്കഴിഞ്ഞാൽ, അതുവരെ പൊളിറ്റിക്സ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അവരെ ബഹുമാനിക്കണം, പ്രധാനമന്ത്രി എന്ന രീതിയിൽ അവരെ ബഹുമാനിക്കണം. അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നതൊക്കെ അത് ഇലക്ഷൻ്റെ സമയത്ത് മാത്രമേ കഴിയുന്നതും നമ്മൾ പൊളിറ്റിക്സ് കാണിക്കാവൂ. അത് കഴിഞ്ഞാൽ 100% വ്യക്തിപരമായി അവരെ ബഹുമാനിക്കണം എന്നാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ഓൾ ദ ബെസ്റ്റ് നേർന്നത്. ഈ വിഷയത്തിൽ തന്നെ കൊമ്മിയും കമ്മിയും സംഖ്യയും ആക്കരുത്. ഓക്കെ. അപ്പോൾ താങ്കൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ താല്പര്യമില്ല ഞാൻ പറഞ്ഞു. ഓക്കെ. എന്നിട്ടും 30 കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു CM ആവാണെങ്കിൽ CM മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് സംഭവം കണ്ടിരുന്നു ഫേസ്ബുക്കിൽ. അപ്പം അതിൽ 30 കാര്യങ്ങൾ പറഞ്ഞതിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യത്തെ ഒരു പോയിന്റ് നോട്ട് ചെയ്തത്, മദ്യം നിരോധിക്കും, പകരം ലോട്ടറി കച്ചവടം കൂട്ടും, ലോട്ടറിനെ സപ്പോർട്ട്. ലോട്ടറി കച്ചവടം കൂട്ടും പറഞ്ഞില്ല, ലോട്ടറി നിരോധിക്കില്ലെന്ന് പറഞ്ഞു. കാരണം മദ്യം ലോട്ടറി ആണല്ലോ ഒരുമിച്ച് എല്ലാവരും പറയാറില്ല. എന്തുകൊണ്ട്? അതായത് കേരളത്തിലെ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു 23% മൊത്തത്തിന്റെ അപ്പൊ അത് നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ കേരളം മുന്നോട്ട് പോകും? അല്ല, മദ്യമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം പറയുന്നത്. അതിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഈ 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളമുള്ള ആളുകളുടെ ശമ്പളം ഞാൻ 1.5 ലക്ഷത്തിൽ ലിമിറ്റ് ചെയ്യുന്നു കൂടെ അതിൽ എഴുതിയിരുന്നു. നിങ്ങൾ വായിച്ചു ഞാൻ വിചാരിക്കുന്നു. ലിമിറ്റ് ചെയ്യുന്നു കൂടെ ഒരു വാക്കുകളുണ്ട്. കാരണം ഈ വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ, ഞാൻ പറയുന്നത് വലിയ ശമ്പളം വാങ്ങുന്ന പെൻഷനേഴ്സ് അടക്കം, ഇതിനൊരു ഇപ്പോൾ പെൻഷനാണെങ്കിൽ നിങ്ങൾ പെൻഷനറാണ്, അവർക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഒരു 50,000 രൂപ, പോട്ടെ 60,000. അതായത് കേരളത്തിൽ ഒരാൾക്ക് ശരാശരി ജീവിക്കാനുള്ള പൈസ മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ശരാശരി എന്നതിലുപരിയായി നിങ്ങൾ നല്ലൊരു എംപ്ലോയി ആയിരുന്നു, ഇന്ന് നിങ്ങളൊരു 60,000 രൂപ പെൻഷൻ വാങ്ങും. ഒരു സാധാരണ മനുഷ്യനത് പോരെ? മതി. ഇത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഓക്കെ IAS ആണ്, എന്തോ ആയിക്കോട്ടെ, 1,50,000 രൂപ, ഒരു ദിവസം 5,000 രൂപ, അത് പോരെ? ഇതിങ്ങനെ പരിധി വിട്ട് നമ്മളിവിടെ പൈസ കൊടുക്കുന്നതും ഇതാണ്. പിന്നെ എങ്ങനെ ഈ നഷ്ടം ഞാൻ എങ്ങനെ നിർത്തുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമുക്കതിൽ അത്രയും പിന്നെ ഇങ്ങനെ ഓൾറെഡി അത് വളരെ ലെങ്തി. അപ്പോൾ ഞാൻ പറഞ്ഞിപ്പം മന്ത്രിൻ്റെയും അല്ലെ MLAൻ്റെയും ഒക്കെ PA ആയിട്ട് വരുന്നവർക്കൊക്കെ ലൈഫ് ലോങ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചാൽ തന്നെ ഈ പൈസ നമുക്ക് ഇവിടെ ഉണ്ടാക്കണം എന്നല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, അതും ചെറിയ ഉദ്യോഗസ്ഥന്മാരൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല, സാധാരണക്കാർക്ക് ഇതിനെ കൊടുത്തുകൊണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ ഇപ്പം അതിന് ഞാൻ പറഞ്ഞിരുന്നു, KSRTC ജോലി എടുത്താൽ മാത്രം ഇവിടെ തുടരാം. കാരണം ചില ആൾക്കാർ ശരിക്കും ജോലി എടുക്കുന്നില്ല, പുതുതായിട്ടുള്ള ആളുകളെ വെക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് കുറേ. അതേപോലെ ശനിയാഴ്ചത്തെ ഇത് ഞാൻ ഒഴിവാക്കി, അങ്ങനെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 5 ദിവസമേ ഉള്ളൂ. സാർ ഒരു ദിവസം ഇവിടെ സർക്കാർ ഓഫീസുകൾ ശനിയാഴ്ച വേണ്ട എന്ന് കരുതിയെങ്കിൽ എത്ര പൈസേൻ്റെ ലാഭം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ്. അല്ല, രാവിലെ പ്രസിഡന്റിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ സെക്രട്ടറി, അല്ല ഒരു പഞ്ചായത്താണെന്ന് വിചാരിച്ചോ. ഇത്രയും ആളുകളുടെ അതൊന്നല്ല, അത് ആവശ്യമാണ് എല്ലാ മേഖലയിലും. ഇപ്പോൾ വലിയ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും മറ്റൊരായാലും, കാരണം അത് സ്വാഭാവികമായിട്ട് അത് ആവശ്യമാണ്. ഇത് നമ്മളുടെ അത്രയും പൈസ നിങ്ങൾ കൊടുക്കുന്ന വലിയ പൈസയാണ് ഇവിടെ ഈ പോകുന്നത്. പിന്നെ പല കേന്ദ്ര ഫണ്ട് നമുക്ക് മണക്കാൻ കിട്ടുന്നില്ല. കാരണം എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഇന്ത്യ ലെവലിലാണ് പല നിയമങ്ങളും വരിക. ഇപ്പം തന്നെ നമ്മളിപ്പോൾ എന്താണ് SSA ഫണ്ട് 2,000 കോടി. കാരണം SSA ഫണ്ടാകുമ്പോൾ അവർ പറയുന്ന ചില രീതിയിലേക്ക് നമ്മളെ വിദ്യാഭ്യാസ ശൈലിയിൽ മാറ്റണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അക്ബറിൻ്റെ ഭരണപരിഷ്കാരം, ഉമയൂണിൻ്റെ ഭരണപരിഷ്കാരം നടക്കില്ല. കുറച്ചും കൂടെ മോഡേൺ ഇന്ത്യയെക്കുറിച്ചൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. ശരിയോ തെറ്റോ, 2,000 കോടിയാണ് നമ്മളെ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി കിട്ടുന്നത്.
ഞാനാണെങ്കിൽ ഉടനെ സൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നാണോ പറയുന്നത്? തെറ്റായെന്നല്ലല്ലോ, അതിൽ തെറ്റെന്നല്ലല്ലോ പറയുന്നത്. അല്ല, അവരെങ്ങനെ ഇതേപോലുള്ള ചില സാധനങ്ങൾ അവിടെ കട്ടാവും. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം എന്നാണല്ലോ ഞാൻ പറയുന്നു. തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ മേക്കിംഗ് ഇന്ത്യയെ കുറിച്ചുള്ള അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ, അതായത് പണ്ടത്തെ കാര്യങ്ങൾ അധികം ഉണ്ട്. നമ്മൾ പഠിക്കുന്ന പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ വരും. ഒരു എക്സാമ്പിൾ. രണ്ടാമത് ഞാൻ പറയുന്നത്, ഇപ്പോൾ അതെനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് 6 മീറ്ററുള്ള റോഡിനെ ഫണ്ട്, സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഈ കേന്ദ്രത്തിലെ ഭൂരിഭാഗം ഫണ്ടും കിട്ടുന്നില്ല. ഒരു സത്യം. അത് BJP ആയതുകൊണ്ടോ കോൺഗ്രസ് ആയതുകൊണ്ടോ LDF ആയതുകൊണ്ടൊന്നല്ല. നമ്മുടെ MP മാർക്കൊന്നും വലിയ വിവരമില്ലാത്തതുകൊണ്ടോ അവിടെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് കിട്ടാത്തത്. ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരിട്ടുള്ള അനുഭവം പറയാം. 6 മീറ്റർ ഉള്ള റോഡിനെ ഫണ്ട്, അപ്പോൾ നമ്മളൊക്കെ എവിടെയും കിട്ടുമെന്നുള്ളത് നോക്കും. കേരളമല്ലേ, 3 മീറ്റർ കിട്ടണമെങ്കിൽ തന്നെ ആണെങ്കിൽ ഒരു ഇഞ്ച് തരില്ല എന്നൊക്കെ പറയും ആൾക്കാർ. അപ്പോൾ ഇതെന്ത് വേണം? നിങ്ങൾ പാർലമെൻറ്റിൽ കൃത്യമായിട്ട് പറയണം. ചേട്ടാ, നിങ്ങൾ മധ്യപ്രദേശിലോ, ഞാനൊരു MP ആണെങ്കിൽ പറയേണ്ടത്, ആ ബന്ധപ്പെട്ട മിനിസ്റ്റർ എടുത്തിച്ചില്ല. ചേട്ടാ, നിങ്ങൾ മധ്യപ്രദേശ് രാജസ്ഥാനും കരുതുവാണെങ്കിൽ കേരളത്തെ കാണുന്നത്. കേരളം ക്രൗഡഡാണ്. അവിടെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഇത്ര പേര് ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് 6 മീറ്റർ കിട്ടില്ല. അപ്പോൾ എന്ത് വേണം? നിങ്ങൾ അതിലെന്ത് ചെയ്യണം? എക്സെപ്റ്റ് കേരള, അല്ലെങ്കിൽ ഫോർ കേരള, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, എക്സെപ്റ്റ് കാശ്മീരിൽ ഇങ്ങനെ അങ്ങനെയുണ്ട്. അപ്പോൾ ആ ഇതിൽ നിങ്ങളൊരു വേർഡ് കൂടെ എഴുതണം. അപ്പോൾ കേരളയ്ക്ക് 4 മീറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം നിങ്ങൾ BPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കേന്ദ്രത്തിൻ്റെ BPL വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ആളും ഉണ്ടാവില്ല BPLകാരൻ ചിലപ്പോൾ. കാരണം എന്താണ്? വാർപ്പിൻ്റെ വീടാണെങ്കിൽ കിട്ടില്ല. കാരണം നമുക്കൊക്കെ ഇവിടെ കുറേ. അപ്പം നമ്മൾ അവിടെ എന്ത് പറയണം? ചേട്ടാ, നിങ്ങൾ ഈ വാർപ്പിൻ്റെ വീടുകളാണെങ്കിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കേരളം അവിടുത്തെ പോലെ അല്ല, ഞങ്ങൾ ഡെവലപ്ഡ് ആണ്. അപ്പം ഞങ്ങൾ എന്ത് വേണം? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, കേരളത്തിൽ വാർപ്പ് വീടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഒരാൾക്കും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ദരിദ്രര് എന്നൊക്കെ പറയുമ്പോൾ അവസാനം അവരും ഈ ഫണ്ട് തരില്ല നമുക്ക്. ഇത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ ഇളകുകയും ചെയ്യും. ഇത് ചുരുക്കം പറയാം, ഇതൊന്നും മണക്കാൻ കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു കാര്യം. ഞാൻ പറയുന്നു, ഇവിടുത്തെ MP മാർക്ക് വലിയ ആത്മാർത്ഥതയില്ല, വിവരമില്ല പല ആളുകൾക്കും. അല്ലെങ്കിൽ ഞാൻ വലിയ വലിയ പൈസേൻ്റെ അല്ല പറഞ്ഞു, ഇത് BJP ആയിട്ടോ കോൺഗ്രസ് ആയിട്ടോ ഒരു ബന്ധമില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് വടകര കഴിഞ്ഞാൽ കോഴിക്കോടാണ്, അതിൻ്റെ ഇടയിൽ കൊയിലാണ്ടി എന്നാണ് സ്റ്റോപ്പില്ല. സിമ്പിൾ. അവിടെ ഒന്ന് നിർത്തിയും വിചാരിച്ചിട്ട് ഇപ്പോൾ ട്രെയിനിലായിട്ടോ വലിയ പ്രശ്നം വരാണ്ട് ഒരു പ്രശ്നം വരാം. പക്ഷേ നിങ്ങളിത് റെയിൽവേ മന്ത്രിയോട് പറയുമ്പോൾ റെയിൽവേ മന്ത്രി ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലം വിട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരമേ ഉള്ളൂ, ചേട്ടാ ഒന്ന് വർക്കര നിർത്തിക്കൂടെ? ഇതാണ് കേസ്. ഇത് നിങ്ങൾ CPM ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അനുവദിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ പൊട്ടന്മാരെ മനസ്സിലാക്കി വെച്ചത്. അല്ല, ഞാൻ പറയുന്നു വിഷയം. ഇനി അവിടെ ഇവിടെയും ഒരേ പാർട്ടി ഭരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അയാളെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. സാർ 50 കിലോമീറ്ററിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പില്ല. നമ്മൾ പറയുന്നു ഞങ്ങൾ അവിടെ ആ ഗോവയിലുണ്ടല്ലോ, എനിക്ക് എന്താ പറയുന്നത്, ഇവിടെ ഗോവ വിട്ട് കഴിഞ്ഞാൽ 200 കിലോമീറ്ററിൻ്റെ സ്റ്റോപ്പില്ല. എന്നിട്ട് അനക്കൊരു ഈ വണ്ടിക്ക്. നിങ്ങൾ ഈ ഗോവയായിട്ടാണോ ഞങ്ങളെ കമ്പയർ ചെയ്യുന്നത്? അല്ല, അവിടെ നമ്മൾ പറയണം, സാർ അവിടെ ഈ 200 കിലോമീറ്ററിൻ്റെ ഇടയിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഞങ്ങൾ 25 കിലോമീറ്ററിനുള്ളിലുള്ളത് എന്ന് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പറഞ്ഞാൽ അവിടെ ഡണ്ണാണ്. അല്ല, അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടെന്ന് വെച്ചാൽ വർക്കല ഒരു സ്റ്റോപ്പ് 1 മിനിറ്റ് നിർത്തി വെച്ചിട്ട് ഇപ്പം എന്ത് വരാനില്ല. ഞാൻ പറയുന്നു, അടുത്ത ഭൂരിഭാഗം കേസിൽ നമ്മൾ വെറുതെ പറയുന്നതാണ് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം നമ്മളോട്. അതിപ്പോൾ BJPക്ക് ഇവിടെ BJP അല്ല എന്നുള്ളതുകൊണ്ട് ഇവർക്ക് അങ്ങനെ കൊടുത്ത് സൂചിപ്പിക്കേണ്ടതൊക്കെ ഉണ്ടോ? അതൊരു സത്യമാണ്, ഒരു സത്യമാണ്. പക്ഷെ 100% അല്ല. പല വിഷയങ്ങളിലും ഇല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കേസിലൊന്നും ഇപ്പോൾ ഇവിടെ നിർത്തി വെച്ചിട്ട് ഇവിടെ എന്ത് വർഷം വരാനാണ്? അല്ല, ഒരു പുതിയൊരു ട്രെയിനിനെ കുറിച്ച് നമുക്ക് പറയാം. കോഴിക്കോട് നിന്നൊക്കെ രാവിലെ ഒരു ട്രെയിന് കൊല്ലത്തേക്ക് വന്നതല്ല എനിക്ക് പറയാം. ഇതാരാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ആൾക്കാർ അത് ചെയ്യുന്നില്ല. എല്ലാവർക്കും അതിലൊന്നും താല്പര്യമില്ല. ഈവൻ ഈ FCRF ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ ചർച്ച ചെയ്താണല്ലോ ഇനി മുതൽ 80% പറഞ്ഞതിന് കൊടുക്കണം. ആയിക്കോട്ടെ, കൈയടിച്ചതാണ്. പിന്നെയാണ് ഇവിടെ ഉള്ളവർ അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ കാറ് വാങ്ങിക്കാൻ പറ്റൂടാ, അങ്ങനെ ഉണ്ടല്ലേ, അവിടെ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ ചർച്ചകളാണ്. നമുക്ക് വേറൊരു ടോപ്പിക് എടുക്കാം. ഈ തമ്മിൽ എന്നൊരു സംഭവത്തിലാണ് ഇപ്പോ സന്തോഷ് ടീനെ കൂടുതൽ ആൾക്കാർ ട്രോൾ ചെയ്തും പല കാര്യങ്ങളും താങ്കൾ സംസാരിച്ചു. പക്ഷെ അതിൽ പറഞ്ഞ ശരിക്കുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ദുർവിനിയോഗം എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള ടോപ്പിക്. പക്ഷെ അത് ആറാട്ടമിക്കും നാദറിയും സായി അങ്ങനെ പല രീതിയിൽ അത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വഴിമാറി കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ സോഷ്യൽ മീഡിയ ദുർവിനിയോഗം? സാർ, ഇപ്പോൾ ഓൾറെഡി നിലവിൽ തന്നെ കുറേ നിയമങ്ങളുണ്ട്. വന്ന 2002 മുതലേ ശരിക്കും നിയമങ്ങളുണ്ട്, അറിയാമല്ലോ. അതിലിപ്പോൾ സെക്ഷൻ 66
ABCD കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. ഡേ ടു ഡേ ലൈഫിൽ അല്ല, അത് ഞാൻ പറയുന്നത് സെക്ഷൻ 61 നിയമങ്ങളുണ്ട്, അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ കാര്യമാണ്. ശരിക്കും ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫേക്ക് ഐ ഡി ആണ്. അതൊന്നും അവിടെ പറയാനുള്ള അവസരം കിട്ടിയില്ല. ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമുക്കൊരാളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പേര് A ആണ്, നിങ്ങൾ B എന്ന് പറഞ്ഞിട്ട് തോന്നിയതെല്ലാം പറയുക. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷേ ശരിക്കും ഈ 2 factor authentication എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഫേസ്ബുക്കൊക്കെ വെരിഫൈഡ് ഒരു ടിക്ക് മാർക്കുള്ള ആളുകൾക്കൊക്കെ 2 factor authentication വേണം. കാരണം നിങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ തുടങ്ങാൻ പറ്റും. നിങ്ങളുടെ പേര് X ആണ്, Y എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റില്ല. ഒന്ന്, അതെങ്ങനെ സാധിക്കും? നിങ്ങൾ അതിൻ്റെ ഇത് കൊടുക്കണം, നിങ്ങളുടെ ID കാർഡ് കൊടുക്കണം. ഓക്കെ, ആധാർ കാർഡ് പ്രാബല്യത്തിൽ കൊണ്ടുവരണം, അത് അവിടെ കൊടുക്കണം. ഈ ഫോൺ നമ്പർ എല്ലാം ലിങ്ക് ചെയ്യുന്ന പോലെ നമ്മുടെ. യെസ്. എന്നിട്ട് അവരെന്ത് ചെയ്യും, നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുക്കണം. ആ മൊബൈൽ നമ്പറിലേക്ക് അവരെ OTP വരും, അത് അവർക്ക് കിട്ടി. ഇതാണ് 2 factor authentication. 2 രീതിയിൽ ഇത് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾ അതിലൂടെ നിങ്ങൾ പ്രധാനമന്ത്രിനെയോ മുഖ്യമന്ത്രിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോ എന്തെങ്കിലും ഇത് മോശമാക്കിയെങ്കിൽ ഇത് ഏതോ ABCD ആണ് ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇവർക്ക് നേരെ ഇപ്പോൾ ഇവൻ തന്ന ID കാർഡ് എന്താ, നിങ്ങളുടെ പേര് ABCD ആണെങ്കിൽ ABCD അതിന്റെ മുകളിൽ വരും, വേറെ പേര് വരില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു Gmail അക്കൗണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. Gmail അക്കൗണ്ട് എന്നുള്ളതിലുപരിയായി അക്കൗണ്ട് നിങ്ങളുടെ പേര് X ആണെങ്കിൽ X എന്ന് പറഞ്ഞേ വരൂ ബൈ. ഓക്കെ, ആ X എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കൊടുത്ത ആധാർ കാർഡിന്റെ പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിൽ തന്നെ കാണിച്ചു, അപ്പം നിങ്ങളെ മൊബൈൽ നമ്പർ പിടിക്കും, പോലീസ് ചോദിക്കും ഇവരെ ഏത് നമ്പറിലാ, OTP അടിച്ചു തന്നല്ലോ, അപ്പോൾ ഇന്ന നമ്പറാണ്, നേരെ നിങ്ങൾ തൂക്കും. ഓക്കെ, ഈസിയാണത്. അത് എവിടെയാണ് വേണ്ടത്? സർക്കാർ തലത്തിൽ ഇതൊക്കെ ഞാൻ വീട് പറഞ്ഞ കാര്യം. ഇതിവിടെ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അതെന്ത് വേണം, ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച ആളുകൾ കൃത്യമായി സർക്കാരിനെ ഇത് കൊടുക്കണം. സർ, ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്, അത് ചിലത് ചെയ്യുന്നുണ്ട്. എല്ലാ അക്കൗണ്ടും പ്ലസ് നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം, അതായത് ഒന്ന് നിങ്ങളുടെ ആധാർ കാർഡും കൊടുക്കണം, നിങ്ങളുടെ ബാങ്കിൻ്റെതും കൊടുക്കണം. അത് റവന്യൂ വരുന്ന അക്കൗണ്ട്സ് മാത്രമല്ല ചെയ്യാനുള്ളൂ. നിലവിലുണ്ട് ജി, പക്ഷെ അത് എല്ലാവരും ആക്കണം. അപ്പൊ എന്താ, ഈ വ്യക്തിക്ക് അവിടുന്ന് മുങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ ഇവിടെ കൊടുത്ത ഇതിൽ അപ്പം എന്ത് വേണ്ടി വരും, ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ സ്വന്തം അക്കൗണ്ട്, അത് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ പറയാം, ഒരു 10 രൂപയെങ്കിൽ നിങ്ങൾ അവിടേക്ക് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് തെളിവാണ് അത്. ആ ബാങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തന്നെ ഇവിടെ അപ്പോൾ ആൾക്കാർ ഇനി അതിനെ മറികടക്കാൻ എന്തെങ്കിലും. എന്നാലും തൽക്കാലം അതൊരു സംഭവമാണ്. പക്ഷേ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇനി പുതുതായിട്ട് എന്തെങ്കിലും ട്വിറ്റർ എന്തൊക്കെയുണ്ടോ, ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഇത്രയും വേണം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് കുറയും. ലിങ്ക് ചെയ്യണം. ഈ ഒരു സാധനം. പിന്നെ ഈ നിലവിലുള്ള നിയമം പിന്നെ പലർക്കും അറിയില്ല. അങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇപ്പം എന്താ, അവരോട് കൃത്യമായിട്ട് അതൊക്കെ അതാ ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇപ്പോൾ കുറേ അക്ബറിൻ്റെ ഭരണപരിഷ്കാരം, ഹുമയൂണിൻ്റെ ഭരണപരിഷ്കാരം എനിക്ക് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. അതോടൊപ്പം ഈ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ചിലരുടെ വിചാരം ചിലർക്ക് അറിയില്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അവിടെ വരുന്ന ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് പറയുമ്പോൾ 2 കൊല്ലം അവിടെ കിടക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. അപ്പം നിങ്ങൾ അതുപോലുള്ള സൈബർ കുറ്റകൃത്യങ്ങളുടെ ഇതിനെ കുറച്ചുകൂടി, സൈബർ മാത്രമല്ല ലോ ആൻഡ് ഓർഡർ കുറച്ചൊക്കെ നമ്മുടെ പഠിക്കണം അത്യാവശ്യമായിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നേരത്തെ SSA ഫണ്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഇതിനെ കുറിച്ച് പഠിക്കാതെ പണ്ട് അതേപോലെ കബീർദാസിന്റെ പാട്ട് മോശം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അതോടൊപ്പം ഇന്നത്തെ കൂടെ പഠിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ സബ്ജക്ട് കൊണ്ടുവരണം എന്നാണ് എനിക്ക് അപ്ഡേറ്റ് ആയിരിക്കണം. നിങ്ങൾ ഒരു സാധനം ചെയ്താൽ നിങ്ങൾ എങ്ങനെയാണ് അത് ക്രൈം ആയി പോകുന്നത്, എങ്ങനെയൊക്കെ പോട്ടെ, 2 ഡ്രൈവിംഗ് നിയമങ്ങളെങ്കിലും ഏത് സൈഡിലൂടെ നടക്കണം എന്നെങ്കിലും അത് ശരിക്കും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അത് LKG അല്ലെങ്കിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലാണ് ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അത് കുട്ടികൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഒരു 18 വയസ്സാണെങ്കിൽ +2 പഠനത്തിൽ ഇതൊക്കെ കൊണ്ടുവരണമെന്നാണ് എനിക്കും പറയാനുള്ളത്. ഇനി എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം സംസാരിച്ചത് മനസ്സിലാക്കിയത്, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ആള് സിനിമാ ലോകത്ത് മാത്രമല്ല രാഷ്ട്രീയത്തിലേക്കും പൊതുസമൂഹത്തിലേക്ക് എത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ താങ്കൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇതിൽ അറിയുന്നുള്ളൂ. താങ്കളെ പോലുള്ള ആൾക്കാർ ശരിക്കും ഇപ്പൊ പിഷാരടി രാഷ്ട്രീയത്തിലേക്ക് വന്നു, അതുപോലെ താങ്കൾ അടുത്തൊരു ഇലക്ഷനിലേക്ക് എനിക്ക് പറയുന്നത് ഒരു MP ആയിട്ട് വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി
പല ആൾക്കാരും ഇപ്പോൾ ഇത് പറയുമ്പോൾ കളിയാക്കുന്നുണ്ടാവും. ഇപ്പൊ ഇതിന്റെ അടിയിൽ ഒരുപാട് കമന്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും വളരെ അർത്ഥവത്വവും വളരെ കേരളത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, അല്ലെ ഞാൻ പറയുന്ന ഏറ്റവും വിഷമം കേന്ദ്രത്തിന്റെ ഫണ്ട് മണക്കാൻ കിട്ടുന്നില്ല. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അടുത്ത പ്രാവശ്യം ഒരു MP ആയിട്ട് വരണം. അതിനിപ്പോ MP തന്നെ ആവണമെന്നൊന്നുമില്ല എന്തെങ്കിലും അതിൽ എനിവേ. പക്ഷേ ഞാൻ പറഞ്ഞ നിലവിലുള്ള അത് സന്തോഷ് പണ്ഡിറ്റ് ആവുന്നോ ഇല്ല എന്നുള്ളതല്ല. നിലവിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ലേശം വിവരമുള്ളവൻ വോട്ട് ചെയ്യുക എന്നുള്ളത്. വിവരമുള്ളവർ വന്നാലേ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുള്ളൂ. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നവന്റെ അവന് അവസരം കൊടുക്കാതെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നിയമസഭയിലും പാർലമെന്റിലും പാട്ട് പാടാനല്ല പോകുന്നത്, കോമഡി പറയാനല്ല പോകുന്നത്, ഉറങ്ങാനല്ല പോകുന്നത്. അല്ലേ? നിയമനിർമ്മാണ സഭ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു, പുതിയ നിയമങ്ങൾ കൊണ്ടുവരേണ്ട സ്ഥലമാണ്. പക്ഷെ ഞാൻ പലരും വിചാരിക്കുന്നത് ഈ നിയമസഭ ഇത് എന്തിനാ ശരിക്കും നിങ്ങൾ MLA MP വിടുന്നത്? പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അടുത്തൊരു ചോദ്യമാണ്. സുരേഷ് ഗോപി MP ആയിട്ട് തൃശ്ശൂരിൽ നിന്ന് ആദ്യമായിട്ട് ഒരു BJP സ്ഥാനാർത്ഥി വിജയിച്ച് പോയതാണ്. തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറയുന്നു അത് 5 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന്റെ കൂടെ വേറെയും 19 ആൾ അല്ല കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ. നമ്മൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നല്ലല്ലോ, ഈ 19 ആളും എന്ത് ചെയ്തു അതിന്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്തു എന്നാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ 5 വർഷത്തിന് ശേഷമാണ് ഒരു MP സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു MP ഫണ്ട്, ആ MP ഫണ്ട് മര്യാദക്ക് യൂസ് ചെയ്തോ MLA അല്ലാണ്ട് അയാൾ കൈ നിർത്തിട്ട് ചെയ്തു എന്നുള്ളതല്ല. അത് അയാളുടെ വിശാല ഹൃദയം കൊണ്ട് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ കൈ നിർത്തിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ സൈഡിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞൊരു 5 വർഷത്തിന് ശേഷം നമുക്ക് പറയാം. ആ ഇതിന് കൂടിയാണ് നേരത്തെ പറയുന്നത് പലർക്കും ഇവിടെ പറ്റാത്തതിന്റെ കാരണം ആ ഫണ്ട് യൂസ് ചെയ്യുന്നതിനൊരു നിയമമുണ്ട്. ആ നിയമം കൂടെ അറിഞ്ഞു പോകുന്നവനാണെങ്കിൽ അല്ല ഞാൻ പറയുന്നത് ഡിഗ്രിയോ MA പഠിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി ഒരു ധാരണ സ്റ്റഡി ഉണ്ടാവണം. അല്ലാതെ നമ്മൾ കുറെ വിദ്യാഭ്യാസങ്ങൾ MBBS MD ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയണമെന്നില്ല. റോഡ് എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു റോഡിന് വേണ്ടിയിട്ട് ഫണ്ട് തരണമെങ്കിൽ ഒരു കട്ട് റോഡാണെങ്കിൽ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങി അത് വേറെ റോഡിൽ എൻഡ് ചെയ്യണം. ഇവിടുന്ന് പോകുന്ന പ്രപ്പോസൽ എങ്ങനെയാണെന്നറിയോ? ഇവിടുന്ന് റോഡ് തുടങ്ങി അത് എവിടെ അവസാനിച്ചു? അത് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ അവസാനിച്ചു. മെമ്പർക്ക് റോഡ് ഉണ്ടാക്കി കൊടുക്കാനല്ല അത് ചെയ്യുന്നത്. അപ്പൊ ഇത് എവിടെയാണ് ഇതിന്റെ കുഴപ്പം? ഇവിടെയുള്ള ആൾക്കാരിലാണ് പ്രശ്നം, സ്റ്റഡി ഇല്ലാത്തത്. അതായത് പഞ്ചായത്ത് മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇത് വെറും MLA MP അല്ല ഞാൻ പറയുന്നത്. ആ ഫണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെയാണെന്നാണ് വരേണ്ടത്. അതിന് നല്ലൊരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്ട് പ്ലാൻ ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് കിട്ടുന്നില്ല. ഇത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. 1-2 പൈസ അല്ല പോകുന്നത്, കോടിക്കണക്കിന് മണക്കാൻ കിട്ടുന്നില്ല. ഇതൊക്കെ ഞാൻ ചില എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെയല്ല, എല്ലാ മേഖലയിലും നമുക്ക് ഇവിടെ ഫണ്ട് വരും. ഈ ഫണ്ട് വരണമെങ്കിൽ അതിന് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ സാധനം. ഫൈൻ. അപ്പോൾ അവസാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എൻ്റെ പുതിയ സിനിമ നമ്മളിപ്പോൾ കേരള ലൈവ് ആണ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് ചാരിറ്റിയുടെ നമുക്ക് പെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ സിനിമ നല്ല പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചു പോലും ഞാൻ മാക്സിമം എല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട്. ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റാണ്. അപ്പോൾ എന്നോട് നേരിട്ട് എന്തെങ്കിലും സംസാരിക്കണം എന്നുള്ളവർക്ക് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ തരാം. 99 477 25 911 9947725911 അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിലുപരിയായിട്ട് നേരിട്ട് ചോദിക്കണം എന്നുള്ളവർക്കും നേരിട്ട് ചോദിക്കാമല്ലോ. അപ്പോൾ 99 477 25 915 നിങ്ങളുടെ ഇത് പറയാം. പിന്നെ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കും. അപ്പോൾ ഇത്രയും ട്രാൻസ്പെറൻസി ഉള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ആൾ സിനിമാ ലോകത്തല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്തട്ടെ, നാളെ നല്ലത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കൾക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. അതിലുപരി കേരള ലൈവ് ഇറങ്ങുന്നുണ്ട്, ഞാനും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇറാന്റെ യുദ്ധമൊക്കെ സൈഡോട് നടക്കുന്നു, എങ്ങനെയാവും എന്ന് എനിക്കും അതൊന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകൾ നേരുന്നു. 100 കോടി തിയേറ്ററിലെത്തിയില്ലെങ്കിലും 100 കോടി യൂട്യൂബിൽ കൂടെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ആർ ജിഗ്രൻ സൈനിങ് ഓഫ് ഫ്രം മൈ വീഡിയോ. നന്ദി.